ഗുഡ് മോർണിംഗ്. ചിരിക്കാൻ നിങ്ങൾക്ക് മടിയുണ്ടോ? പല്ലുകൾക്ക് കൂടുതൽ മഞ്ഞ നിറമായിട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ബ്രഷ് ചെയ്യുമ്പോഴത്തേക്കും പല്ലിന്റെ ഇടയിൽ നിന്ന് രക്തം വരുന്നതായി ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ആരോഗ്യമുള്ള പല്ലും ചിരിയും നിലനിർത്താനുള്ള സിമ്പിളായ കാര്യങ്ങൾ ഞാനിന്ന് പറഞ്ഞുതരാം. പല്ല് ബ്രഷ് ചെയ്യേണ്ടത് എത്ര തവണ, എങ്ങനെ ചെയ്യണം? ദിവസവും 2 തവണയാണ് നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത്. ഒന്ന് രാവിലെ എഴുന്നേറ്റതിന് ശേഷവും രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ. ഇതിൽ കറക്റ്റ് ടെക്നിക്ക് യൂസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോണയിൽ നിന്ന് പല്ലിൻ്റെ മുകളിലേക്ക്, പല്ലിൻ്റെ തുമ്പിലേക്കും ആണ് നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത്. മുകളിലെ പല്ലാണെങ്കിൽ മോണയിൽ നിന്ന് താഴത്തോട്ടും, താഴത്തെ പല്ലാണെങ്കിൽ മോണയിൽ നിന്ന് മുകളിലേക്കുമാണ് ചെയ്യേണ്ടത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, പല്ലിൽ കൊടുക്കുന്ന ഫോഴ്സാണ്. നമ്മൾ അമിതമായ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് മോണയ്ക്കും പല്ലിനും വളരെയേറെ ദോഷം ചെയ്യുന്നതാണ്. വളരെ മൃദുലമായി മീഡിയം ടൈപ്പ് ബ്രിസിൽസോ സോഫ്റ്റ് ടൈപ്പ് ബ്രിസിൽസോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത്. ടൂത്ത് ബ്രഷ് എപ്പോൾ മാറ്റണം? ഒരു ടൂത്ത് പേസ്റ്റ് എങ്ങനെ തിരഞ്ഞെടുക്കണം? ടൂത്ത് ബ്രഷ് 3 മാസത്തിലൊരിക്കൽ മാറ്റണം എന്നാണ് പറയപ്പെടാറുള്ളത്. അതിന് കാരണം ഈ ബ്രിസിൽസിൽ തേയ്മാനം ഉണ്ടാവും. തേയ്മാനം വന്നതിന് ശേഷം നമ്മുടെ ക്ലീനിങ് എല്ലാം കോംപ്രമൈസ്ഡ് ആയിരിക്കും. പ്ലാക്കും ഫുഡ് ഡെബ്രിയും എല്ലാം റിമൂവൽ ഭയങ്കരമായിട്ട് കുറയും. ഇത് കാരണം പല്ലിന് പ്രശ്നങ്ങൾ കൂടാനും ഒരു സാധ്യതയുണ്ട്. ടൂത്ത് പേസ്റ്റ് എങ്ങനെ തിരഞ്ഞെടുക്കണം? ടൂത്ത് പേസ്റ്റിൽ ഫ്ലൂറൈഡ് കണ്ടെയ്നിങ് ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഫ്ലൂറൈഡ് കണ്ടെയ്നിങ് ആണെങ്കിൽ നമ്മുടെ പല്ലിന്റെ കേടിനെയും ദ്രവിച്ചു പോകാനുള്ള സാധ്യതയെല്ലാം അത് ഗണ്യമായി കുറയ്ക്കും. ഫ്ലോസിങ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? പല്ലുകൾക്കിടയിലെ ചില സ്പേസസിൽ ബ്രഷ് എത്താൻ ബുദ്ധിമുട്ടുണ്ട്. അവിടെയാണ് ഫ്ലോസിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പ്ലാക്ക് റിമൂവലിനും ഫുഡ് ഡെബ്രി റിമൂവലിനെല്ലാം ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കും ഈ ഫ്ലോസിങ്. ദിവസത്തിൽ 1-2 തവണ ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചില ആളുകൾക്ക് ഫ്ലോസിങ് ചെയ്താൽ കൂടി ഓരോ മീലിന് ശേഷവും ഫ്ലോസ് ചെയ്യേണ്ട ആവശ്യവും ഫുഡ് സ്റ്റക്കാവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല്ലുകൾ മഞ്ഞളിക്കുവാൻ കാരണം എന്താണ്? അമിതമായ ചായ, കാപ്പി, പുകവലി ഉപയോഗം ഇതെല്ലാം നമ്മുടെ പല്ലുകൾക്ക് മഞ്ഞ നിറം ഉണ്ടാക്കാൻ കാരണമാകും. ഇതിൻ്റെ സ്റ്റെയിൻസ് പല്ലിലാകുന്നതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഷ് നല്ല ഫോഴ്സോടെ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ പല്ലിൻ്റെ മുകളിലെ ഇനാമലിന് തേയ്മാനം വരികയും അകത്തുള്ള ഡെന്റിൻ എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറമുള്ള കളറ് പുറത്തും കൂടി വിസിബിൾ ആവുകയും ചെയ്യും. ഇത് പലപ്പോഴും പുളിപ്പിലേക്കെല്ലാം നമ്മളെ നയിക്കും. ആദ്യം പറഞ്ഞ റീസൺ സ്റ്റെയിനിങ് ആണ് ഇതിന് കാരണമെങ്കിൽ നമ്മളൊരു ക്ലീനിങ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും അതിൽ വ്യത്യാസം ഉണ്ടാവും. രണ്ടാമത്തെ കാരണം കൊണ്ട് വന്ന മഞ്ഞളിപ്പാണെങ്കിൽ അത് ക്ലീനിങ് കൊണ്ട് വ്യത്യാസം ഉണ്ടാവില്ല. മറ്റ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് നമ്മൾ തേടേണ്ടതുണ്ട്. ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലീഡിങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് എന്തുകൊണ്ടാണ് വരുന്നത്? എങ്ങനെ നമുക്കത് ശരിയാക്കാം? ബ്ലീഡിങ് ആക്ച്വലി മോണരോഗത്തിന്റെ ലക്ഷണമാണ്. കൂടുതലായി പ്ലാക്കോ ഡെപ്പോസിറ്റോ പല്ലിലും മോണയിലും ഇരിക്കുമ്പോഴാണ് ഇത് കാണപ്പെടാറുള്ളത്. ഒരു പ്രോപ്പറായ ക്ലീനിങ്ങും ഫ്ലോസിങ്ങും എല്ലാം ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ വ്യത്യാസം വരും. എന്നിട്ടും വ്യത്യാസം വരാത്തവർക്ക് പല കാരണങ്ങൾ കൊണ്ടാവാം. ഒന്ന് ഹോർമോണൽ ചേഞ്ചസ്. പ്രഗ്നൻസിയുടെ സമയത്തും പ്യൂബർട്ടിയുടെ സമയത്തും ഹോർമോണൽ ചേഞ്ചസ് കാരണം ഈ ബ്ലീഡിങ് കാണപ്പെടാറുണ്ട്. വൈറ്റമിൻ സി അഥവാ വൈറ്റമിൻ കെയുടെ ഒക്കെ ഡെഫിഷ്യൻസി കൊണ്ടും ബ്ലീഡിങ് ചിലരിൽ കാണാറുണ്ട്. ഡെന്റൽ ക്ലീനിങ് എത്ര നാൾ കൂടുമ്പോൾ ചെയ്യണം? സാധാരണഗതിയിൽ 6 മാസം കൂടുമ്പോഴാണ് നമ്മളൊരു ഡെന്റൽ ക്ലീനിങ് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയി ചെയ്യേണ്ടത്. ഇതുമൂലം നമുക്ക് പല്ലിലെ ചെറിയ കേടുപാടുകളും പ്ലാക്ക് ബിൽഡപ്പും എല്ലാം നേരത്തെ കണ്ടുപിടിച്ച് അതിനുള്ള ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്താൽ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ഓവറോൾ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല്ലിൻ്റെ ആരോഗ്യം. ഈ പറഞ്ഞ ടിപ്സുകൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ലൊരു ഡെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കൂ. ഈ വീഡിയോയും അതിലെ ടിപ്സുകളും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ബോണസ് ടിപ്പ്: നമ്മൾ അഡൽസിൻ്റെ ടൂത്ത് പേസ്റ്റ് അല്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. കാരണം ചെറിയ കുട്ടികൾ ചിലപ്പോൾ തുപ്പാൻ തുടങ്ങിക്കാണില്ല. നമ്മുടെ ഫ്ലൂറൈഡ് അമിതമായിട്ട് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവരത് ഇറക്കുന്ന സമയത്ത് ഇവർക്ക് അത്ര നല്ലതായിരിക്കില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ടൂത്ത് പേസ്റ്റ് പറഞ്ഞ് മേടിക്കുക. കുഞ്ഞിന് 2 വയസ്സിൽ താഴെയാണ് പ്രായമെങ്കിൽ അതും പ്രത്യേകമായി പറഞ്ഞ് ഫ്ലൂറൈഡ് കണ്ടന്റിൽ വ്യത്യാസമുള്ളത് നോക്കി മേടിക്കുന്നതായിരിക്കും നല്ലത്.